മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. മിന്നാമ്പാറ, അത് കൊല്ലങ്കോട് കാണുന്നത് തോന്നുന്നത് ഈ മലന്റെ ബാക്കിൽ. ആ വ്യൂ പോയിന്റ് പേര് മാട്ടുമല എന്ന് പറയും. മോഹൻലാലിന്റെ ഭ്രമരം ഷൂട്ട് ചെയ്ത സ്ഥലം. അണ്ണാറ കണ്ണവ പാട്ടിന് ശേഷം 2 ജീപ്പ് വന്നത് ആ ഭാഗത്തൂടെ. എത്ര വർഷമായി ഇവിടെ? 1 വർഷമായി. സ്വന്തം സ്ഥലം? ഇവിടുത്തെ അച്ഛനും ജനിച്ചു വളർന്നു. എല്ലാം ജനിച്ചു വളർന്നു. താങ്ക്സ് ഏട്ടാ. സീതാർകുണ്ടിൽ പോകുന്ന വഴിയിൽ അതുവഴി തന്നെ പോക്സിന്റെ എസ്റ്റേറ്റിലും പോകാം. ആ വഴി പോകുന്ന സമയം വലതുവശത്തെ KSBയുടെ ഓഫീസാണ്. വലത്തോട്ട് തിരിഞ്ഞ് ആ ഓഫീസിനോട് ചേർന്ന് കിടക്കുന്ന വലതുവശത്തെ റോഡ് വഴിയാണ് നമ്മുടെ ഓഫ് റോഡ് യാത്ര തുടങ്ങുന്നതെന്ന് പറയാം. മാട്ടുമല മിന്നാമ്പാറയിലോട്ടൊക്കെ പോകുന്നത് ഇതുവഴിയാണ്. നമ്മൾ ആദ്യം മിന്നാമ്പാറയിലോട്ടാണ് പോകുന്നത്. ഇടയ്ക്കൊക്കെ റിവേഴ്സ് എടുക്കേണ്ട സന്ദർഭം വന്നിട്ടുണ്ട്. ഇവിടെ രാവിലെയൊക്കെ വന്നാൽ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. 9:40 ആയപ്പോൾ ചെക്ക് പോസ്റ്റിലെത്തി. കാരശ്ശേരി വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശന സമയം കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. വൈകുന്നേരം 6 മണിക്ക് മുമ്പേ തിരികെ എത്തണം. 50 രൂപയാണ് ഒരാൾക്കുള്ള പാസ്. ജീപ്പിൽ അപ്പോൾ നമുക്ക് 1500, 2500 ആ റേഞ്ചിലായി എന്നാണ് കരുതുന്നത്. ശരിക്കും ഓർമ്മയില്ല.
4-5 ഓഫ് റോഡ് യാത്ര ചെയ്തിട്ടുള്ള പരിചയം വെച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കും. ഓഫ്ലൈൻ റോഡിലെ പ്രധാനപ്പെട്ട ഘടകം എന്നത് ഡ്രൈവറാണ്. ചില ഡ്രൈവേഴ്സ് ഉണ്ട്, അവരുടെ പ്രാഗൽഭ്യം, അതായത് തങ്ങൾ വലിയ മിടുക്കന്മാരെന്ന് കാണിക്കാൻ വേണ്ടി ഓഫ്ലൈൻ റോഡിൽ കൂടി വളരെ സ്പീഡിൽ ഓടിക്കും. അവർ മനസ്സിൽ വിചാരിക്കും തങ്ങളുടെ മിടുക്ക് കണ്ട് അകത്തിരിക്കുന്നവർ മിടുക്കൻ തന്നെ എന്ന് വിചാരിച്ച് കോൾമേർ കൊള്ളുമെന്നാണ്. സത്യം പറഞ്ഞാൽ അകത്തിരിക്കുന്നവർ ഇരുന്ന് ദുരിതം അനുഭവിക്കുകയായിരിക്കും. ഇത് ജീപ്പിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ പലപ്പോഴും അറിയില്ല. സ്വാഭാവികമായി മുമ്പിൽ കുടുക്കം കുറവായിരിക്കും പിറകിലിരിക്കുന്നതിനേക്കാൾ. അതുകൊണ്ട് തന്നെ പിറകിലിരിക്കുന്നവരുടെ തലയെന്ന് കമ്പി ഇടിക്കുന്നതൊക്കെ മുമ്പിലുള്ളവർ യാത്രയിൽ അറിയില്ല. യാത്ര കഴിഞ്ഞ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് നടന്ന കാര്യങ്ങൾ അറിയുന്നത്. പിറകിലിരിക്കുന്നവർ പലപ്പോഴും കരുതുന്നത് മുമ്പിലിരിക്കുന്നവർ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് തങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാതെ. ചിലർ പറയും ഓഫ്ലൈൻ റോഡിൽ സ്വാഭാവികമായി കുടുക്കം ഉണ്ടാവുമല്ലോ എന്ന്, പിന്നെ ഒച്ചുപോലെ പതുക്കെ പോയാൽ എങ്ങനെ ശരിയാവുമെന്ന്. ഒച്ചുപോലെ പതുക്കെ പോകണമെന്നൊന്നുമില്ല, സ്പീഡ് വയ്ക്കോട്ടെ, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ഒരേ റൂട്ടിൽ തന്നെ ജീപ്പിന് കേടുവന്ന് മാറിക്കേറിയത് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ വെച്ച് പറയുകയാണ്, പല ഡ്രൈവർമാരും തങ്ങളുടെ മിടുക്ക് കാട്ടാനും അതിൽ ഡ്രൈവിംഗ് പെട്ടെന്ന് തീർക്കാനും വേണ്ടി ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡ് കൂട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ സ്പീഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ തന്നെ പ്രതികരിച്ച് സ്പീഡ് കുറയ്ക്കാൻ ആവശ്യപ്പെടുക എന്നതാണ്. അവർ കേൾക്കും. ഡ്രൈവർമാരോടൊരു അപേക്ഷ, ഒരുപാട് നല്ല ഡ്രൈവർമാരുണ്ട്. ഇതല്ലാതെ ഡ്രൈവിംഗ് ഒക്കെ നല്ലപോലെ അറിയാമെങ്കിലും ചിലരുണ്ട് തങ്ങളുടെ സാമർഥ്യം കാണിക്കാൻ വേണ്ടി ഓവർ സ്പീഡും കസർത്തും ഒക്കെ കാണിക്കാൻ വേണ്ടി വെമ്പുന്നു. ദയവായി അത് ഒഴിവാക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പാരവയ്ക്കാതിരിക്കുക. ഒരു യാത്രയുടെ ഭംഗി നശിപ്പിക്കാതിരിക്കുക. ആരെയും ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതല്ല, പൊതുവെ കണ്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. പത്ത് മണി അടുപ്പിച്ച് മിന്നാമ്പാറയിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നും 1360 അടി ഉയരത്തിലാണ് മിന്നാമ്പാറ സ്ഥിതി ചെയ്യുന്നത്. 72 തരം അപൂർവ സസ്യങ്ങളുടെ ഉറവിടമെന്നാണ് കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെ കണ്ടെത്തൽ. ഇന്ത്യയിൽ കണ്ടുവരുന്ന കുറിഞ്ഞി വർഗത്തിൽ 40 ഇനങ്ങളിൽ 10 ഇനം മിന്നാമ്പാറയിൽ മാത്രമാണുള്ളതെന്നും അറിവ് ലഭിച്ചിട്ടുണ്ട്.
മിന്നാമ്പാറ, അത് കൊല്ലങ്കോട്. കൊല്ലംകോടല്ലേ? ഈ കാണുന്നത് ഇത് പോപ്സിന്റെ ചായപ്പൊടി ഫാക്ടറിയും അതിന് തേയിലത്തോട്ടവുമാണ്. ആ വെള്ള ആസ്പെറ്റസ് പോലെയാണ് പോപ്സിന്റെ ചായപ്പൊടി ഇത് ഈ കാണുന്നത്. ആ കാണുന്ന ഡാം മീങ്കര ഡാമാണ്. ഗോവിന്ദാപുരത്ത് നിന്ന് പൊള്ളാച്ചി പോകുന്ന റൂട്ടുള്ള മീങ്കര ഡാമാണ് ആ കാണുന്നത്. ഇവിടെ കുറച്ചുകൂടി ക്ലിയർ ആണെന്നാണെങ്കിൽ പാലക്കാട് ടൗണ്, കഞ്ചിക്കോട് വിൻമില്ല്, അത് ഞങ്ങൾ ഫുള്ളും ക്ലിയർ ആയി കാണാൻ പറ്റും. അടുത്ത് പോകുന്നത് ഈ മലന്റെ ബാക്കിൽ. ആ വ്യൂ പോയിന്റ് പേര് മാട്ടുമല എന്ന് പറയും. മാട്ടുമല. മോഹൻലാലിന്റെ ഭ്രമരം ഷൂട്ട് ചെയ്ത സ്ഥലം. അണ്ണാറ കണ്ണവ പാട്ടിന് ശേഷം 2 ജീപ്പ് പോകുന്നത് ആ ഭാഗത്തൂടെ. 20 മിനിറ്റോളം മിന്നാമ്പാറയിൽ ചെലവഴിച്ച ശേഷം മാട്ടുമലയിലേക്ക് തിരിച്ചു. അതായത് ഒരു 10-20. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞൊരു 10:35 ആയപ്പോൾ മാട്ടുമലയിലെത്തി. മോഹൻലാലിന്റെ ഭ്രമരം ഷൂട്ടിംഗ് ചെയ്ത മാട്ടുമലയിലാണ് നമ്മളിപ്പോൾ. പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പ് മുഴുവൻ വഹിക്കുന്ന ഈ മലനിരകൾ നെല്ലിയാമ്പതിയിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഒരു 25 മിനിറ്റ് അവിടെ ചെലവഴിച്ച ശേഷം 11 മണിക്ക് മാട്ടുമലയിൽ നിന്നും മടക്കയാത്ര. തിരിച്ചു വരവിൽ ഒരു ജീപ്പ് ബ്രേക്ക് ഡൗൺ ആയി കണ്ടു. അതിലുള്ള 2 പേരെ നമ്മുടെ വണ്ടിയിൽ കയറ്റി. അപ്പോൾ സമയം 11:15.
തിരികെ ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ സമയം 11:30 അടുപ്പിച്ചായി. അവിടെ നിന്നും പുറപ്പെട്ട സ്ഥലത്തേക്ക്. നെല്ലിയാമ്പതിയിൽ മനോഹരമായ കാഴ്ചകൾ നീയുണ്ട്. അടുത്ത വീഡിയോയിൽ ആ കാഴ്ചകളുമായി വരാം.